മേരിക്കുട്ടിയും ഭർത്താവും ബന്ധുക്കളും സഞ്ചരിച്ചിരുന്ന കാറ് KSRTC ബസ്സിൻ്റെ യാത്ര തടസ്സപ്പെടുത്തിക്കൊണ്ട് നേരെ മുമ്പിൽ നിർത്തുന്നത് കേരളത്തിലല്ല ഗൾഫിലുമൊക്കെ ഉള്ള മലയാളികളൊക്കെ കണ്ടതാണ്. ആ ദൃശ്യം ശരിയാണെങ്കിൽ ആ പ്രവൃത്തി എന്താണ്? കേരളത്തിലെ പൊതു വാഹന സമ്പ്രദായത്തിൻ്റെ യാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു കാറ് സിഗ്നലിൻ്റെ അടുത്ത് സീബ്ര ക്രോസിൻ്റെ അടുത്ത് നിർത്തിയത് KSRTC ബസ്സിൻ്റെ ഭംഗി കാണാനല്ലല്ലോ, മുന്നോട്ട് പോകരുതെന്ന ഉദ്ദേശത്തിലല്ലേ? അത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ശിക്ഷാർഹമല്ല എന്ന് പറയാൻ അസാമാന്യ ധൈര്യം വേണം. കാറ് KSRTC ബസ്സിൻ്റെ മുമ്പിൽ കുറുകെ നിർത്തിയത് KSRTC ബസ്സിൻ്റെ യാത്ര തടസ്സപ്പെടുത്താൻ തന്നെയാണ്. ആ ചെയ്തത് ദുരുദ്ദേശപൂർവമാണ്. അതുകൊണ്ട് വ്യക്തമായും ഒരു പൊതു പബ്ലിക് സർവൻറ്റിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന കുറ്റം തീർച്ചയായും വരും. പോലീസുകാർ ചെയ്തപ്പോലും വരും. ഞാൻ ചോദിക്കട്ടെ, പാളയത്തിനടുത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത്. നമ്മുടെ മേയർകുട്ടി അധികാരം വഹിക്കുന്ന സ്ഥലമാണ്. അഥവാ നമ്മുടെ DYFIക്കാരുടെ വാദം ലൈംഗിക ചേഷ്ട ശരിയാണെങ്കിൽ ഈ ഡ്രൈവറെ ബസ്സിൽ നിന്ന് പിടിച്ച് പുറത്തിറക്കി ചെകിടത്ത് 2 കൊടുത്താൽ അത് ക്രിമിനൽ കുറ്റാവോ? അഥവാ ലൈംഗിക ചേഷ്ട ഉണ്ട് എന്ന് വാദത്തിന് വേണ്ടി അംഗീകരിച്ച തന്നെ തടിമുടുക്കുള്ള MLA സച്ചിൻ ദേവ് അങ്ങനെ പ്രവർത്തിച്ചാൽ അത് ഇന്ത്യൻ ശിക്ഷ. അതാണോ അതിൻ്റെ മര്യാദ? പ്രത്യേകിച്ചും തൻ്റെ അധികാര പരിധിയിൽ തനിക്കെതിരായി ലൈംഗിക ചേഷ്ട ഒരു പൊതുപ്രവർത്തകനായ KSRTC ഡ്രൈവർ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനടുത്ത് കാണിച്ചാൽ മാന്യമായ ഒരു മേയർ എങ്ങനെയാണ് പെരുമാറുന്നുണ്ട്? ഉടൻ തന്നെ പോലീസിനെ വിളിക്കണം. ഇന്ന നമ്പർ വണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞാൽ ആ വണ്ടി പോലീസുകാർ പരിശോധിച്ച് കേസ് ചാർജ് ചെയ്യും. ഇതല്ലേ എൻ്റെ മര്യാദ? അതിന് പകരം യാത്രക്കാരെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരെ അനധികൃതമായി തടഞ്ഞു നിർത്തിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള അവരുടെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരെ തടങ്കലിൽ വെക്കുന്ന രീതിയിൽ വെച്ചുകൊണ്ട് കാറ് മുമ്പിൽ നിർത്തി ഡ്രൈവറുടെ സൈഡ് പോയി ഡ്രൈവറെ ചീത്ത പറയുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ കാണും. ഇങ്ങനെയാണ് ഒരു മേയർ പ്രവർത്തിക്കേണ്ടത്. ഇങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി പ്രവർത്തിക്കേണ്ടത്. അവർക്ക് അധികാരമുണ്ടല്ലോ. സച്ചിൻ ദേവ് MLA വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറോ ഫോൺ എടുക്കാതിരിക്കുക? തിരുവനന്തപുരം മേയർ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ പാളയത്തിനടുത്ത് ഏറ്റവും അടുത്ത തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ ഉടനെ തന്നെ ഫോൺ എടുക്കും. 5 മിനിറ്റിനകം ആ ബസ് പിന്തുടർന്ന് ഡ്രൈവർ കുറ്റൻ. അതിന് പകരം സ്വയം നിയമം കയ്യിലെടുത്തുകൊണ്ട് ഡ്രൈവറെ ആഭാസത്തരം പറയുകയും ഡ്രൈവർ പറയണത് ഡ്രൈവറോട് മോശം. നമുക്ക് ആ തർക്ക വിഷയം വേണ്ട. പക്ഷേ ഇവിടെ കാണികളൊക്കെ കണ്ടതാണല്ലോ, ഞാനടക്കം കേരളത്തിലെ എല്ലാ കാണികളും കണ്ടതാണ്. ഒരു ചുവന്ന കാറ് കൊണ്ടുവന്ന് ട്രാഫിക് സിഗ്നലിനടുത്ത് തടസ്സപ്പെടുത്തി മുന്നോട്ടുള്ള പ്രയാണം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു പൊതുപ്രവർത്തകന് ചേർന്ന പ്രവൃത്തിയാണോ? തീർച്ചയായും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് പ്രകാരം അത് തടസ്സപ്പെടുത്തിയ ആൾ ഡ്രൈവറാണെങ്കിലും ഡ്രൈവർ അയാൾ തന്നെത്താൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാറിൻ്റെ ഉടമസ്ഥരോ കാറിലെ യാത്രക്കാരോ നിർദ്ദേശപ്രകാരമാണ് ചെയ്ത്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്ത് എന്നുള്ളത് MLAയുടെ തുടർന്നുള്ള പ്രവൃത്തിയും തെളിയുന്നു. അദ്ദേഹം എന്തിനാ ബസ് കയറി? പാവപ്പെട്ട യാത്രക്കാരെ എന്ത് കുറ്റം ചെയ്തു? എന്തിനാണ് MLA KSRTC യാത്രക്കാർ ഉപയോഗിക്കുന്ന ബസ്സിന് അകത്ത് കയറി യാത്രക്കാരോട് ഇറങ്ങാൻ പറഞ്ഞ് അദ്ദേഹം അകത്ത് കയറിയെന്ന് CAA റഹീം MP തന്നെ സമ്മതിക്കുന്നുണ്ട്. അത് തർക്ക വിഷയമല്ല. ഇതൊന്നും ക്രിമിനൽ കുറ്റമല്ലെങ്കിൽ ഈ രാജ്യത്ത് എന്തിനാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം നടപ്പാലാക്കുന്നത്? അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്താൽ എൻ്റെ സുഹൃത്ത് ഇവിടെ വാദിച്ച പോലെ വാദത്തിന് വേണ്ടി ലൈംഗിക ചേഷ്ട സ്ഥാപിച്ചാൽ നിയമം കയ്യിലെടുത്തുകൊണ്ട് പോലീസിനെയും കോടതിയും മറികടന്നുകൊണ്ട് നടു റോഡ് വെച്ച് ശിക്ഷിക്കുന്നതാണോ DYFIയുടെ സംസ്കാരം? അതാണ് സംസ്കാരമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ,
കേരളത്തിലെ സംസ്കാര സമ്പന്നരായ ജനങ്ങൾ ഇത്തരം അക്രമങ്ങൾ അനുവദിച്ച് കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഡിവൈഎഫ്കാരെ പേടിയുണ്ടാവും കേരളത്തിലെ ജനങ്ങൾക്ക്. സാക്ഷാൽ സുരക്ഷയുടെ അങ്ങേയറ്റത്തെ മൂർത്തിമത്തുള്ള ഗവർണർ വരെ പേടിക്കുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ. ഒരുപക്ഷെ ഡിവൈഎഫ്കാരെ പേടിക്കും. പാവപ്പെട്ട KSRTC ഡ്രൈവറും പേടിക്കും. അദ്ദേഹം ഏത് യൂണിയന് പെട്ടാലും പേടിക്കും. പക്ഷേ അങ്ങനെ പേടിപ്പിക്കുന്നതും നിയമം കയ്യിലെടുക്കുന്നതും ശരിയാണോ? ഒരു പരിഷ്കൃതമായ രീതികൾ പിന്തുടരുന്ന ഒരു പൊതുസംഘടന, പ്രത്യേകിച്ച് ഒരു യുവജന സംഘടന, നാളത്തെ നേതാക്കന്മാരെ വളർത്തിയെടുക്കുന്ന സംഘടന, നാളെ മുഖ്യമന്ത്രിയും MP-മാരും MLA-മാരെയും സൃഷ്ടിക്കുന്ന സംഘടന, ആ സംഘടന ഈ രീതിയിൽ പെരുമാറുന്നത്, പ്രത്യേകിച്ചും 2 പൊതുപ്രവർത്തകർ അതിന് നേതൃത്വം കൊടുക്കുന്നത് ശരിയാണ് എൻ്റെ സുഹൃത്തെ? താങ്കൾ എങ്ങനെ അത് നീതീകരിക്കുന്നത്? താങ്കൾ ഇന്ത്യൻ ശിക്ഷാ നിയമം ഇടും. ലൈംഗിക ചേഷ്ട ഉണ്ടെന്ന വാദത്തിന് ഉണ്ടെങ്കിൽ തന്നെ മെമ്മറി കാർഡിൽ അത് കാണുമല്ലോ.